അടിക്കും കേട്ടോ. നൈറ്റ് സ്പോട്ട് ചേഞ്ച് അത് അടിപൊളി ഏരിയ. അപ്പം നമ്മൾ മുന്നോട്ട് ഗോ ഹെഡ്. നമുക്ക് ഒരുപാട് സമയമുണ്ട്. നേരത്തെ ഇറങ്ങിയുള്ള ഗുണതാണ് മോർണിംഗ് സുബസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ഇത്രയും അമേസിങ് ആംബിയൻസ് അടിപൊളിയോ മെൻ്റലി അടിപൊളിയോ. പിന്നെ രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ കിളികളുടെ കളകളാരം ഓൾഡ് സാധനം ഇതല്ലേ പറഞ്ഞേ ഓൾഡേജ് ഹോം ഇതൊക്കെ ഹെറിറ്റേജിൽ പെടുന്നതാണ്. ഒരു പഴയകാല മാർക്കറ്റാണ് ഇത്. ഇവിടെ അടുത്ത് മീന മാർക്കറ്റ് ഉണ്ടായതുകൊണ്ട് അത് അവർ നിലനിർത്തിച്ചിടാ. അത് സംഭവം എന്താ വെച്ചാൽ ഇത് കാണുന്നവർക്ക് പണ്ട് പുസ്തകങ്ങളിലൊക്കെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടുള്ളൂ വരച്ച്. ഇവിടെ ഫുള്ള് വെയർ ഹൗസുകളാണ്. വേറെ ഒന്നുമില്ല, സ്വാഭാവികമാണ്. ഇതിൻ്റെ അടുത്തൊരു പോർട്ട് ഉണ്ടല്ലോ. പോർട്ടുണ്ടാകുമ്പോൾ അത്രയും അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സംഭവത്തിൽ ഇത്ര 9 ലക്ഷം അത്ര ടൺ കണക്കിന് ഡെയിലി വന്ന് പോകുന്നുണ്ട്. സംഭവം ഉണ്ടല്ലോ, ഒരു വിജനമായ സ്ഥലം, വിജന തീരമിൽ വെയർ ഹൗസുകളാണ്. ഇവിടെ എന്താ ഇവിടുന്നുണ്ട് ഔട്ടാവള സാധനം നേരെ പോർട്ടിൽ പോകണേ. നമ്മൾ വേറെ നവംബർ കഴിഞ്ഞിട്ടുണ്ട്. വെയർ ഹൗസുകളുണ്ട്. ഇതാണ് നമ്മളെ അബുദാബിൻ്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ കാണാൻ പോകുന്നത്. എന്താ വെച്ചാൽ കൊമേഴ്ഷ്യലി എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുന്നുണ്ട്, എത്ര പവർ ഉണ്ടെന്നല്ലേ. ഇത് ഈ വന്ന സാധനം അത് അവിടെയൊക്കെ ഷിപ്പുകൾ വന്ന് കിടക്കുന്നുണ്ട്. ഇത് മൊത്തം വന്നിരിക്കുന്നത് മറ്റേ ഇമ്പോർട്ട് എക്സ്പോർട്ട് കണ്ടെയ്നേഴ്സ് ആട്ടോ. ഏതാ വണ്ടി ചാർജറാ. ബുറാക്കൻ അതായത് നമ്മൾ വെറുതെ അല്ലട്ടാ പോണ ഏരിയ അടിപൊളി. എൻ്റെ ഗസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിഗാണ് ചാൻസ് ഉണ്ട്. റിഗ് അല്ലെങ്കിൽ എന്തോ വലിയ ഫാക്ടറി ബേസ് ആയിട്ടുള്ള സംഭവമാണ്. സംഭവം തന്നെ കേട്ടോ. അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നമുക്ക് തിരിഞ്ഞാലോ, വലിയ ഫാക്ടറിയാണ് എന്തോ, അല്ലെങ്കിൽ ഒന്നിൽ സ്റ്റീലാ സിമെന്റ് അങ്ങനെ ഉണ്ടാക്കുന്ന ഫാക്ടറിയോ. നമുക്ക് ഇനി തിരിയാം. എന്ന് വെച്ചാൽ ഇതുവരമായിട്ട് ഇത് കൊമേഴ്ഷ്യൽ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയില്ലേ, നമുക്ക് തിരിക്കാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കണം, സംഗതി മനസ്സിലായി. ഉള്ളത് കാര്യമായിട്ട് കാണാൻ കേട്ടോ. ഉള്ളത് വരണ്ടേ നേരത്തെ ഞങ്ങൾക്ക് തന്നില്ല. വേറൊരു ഞാൻ മുകൂടാ കേടോ. ഇപ്പൊ നമ്മൾ ബാക്ക് സൈഡ് ഇവിടെ ഒന്നും ഇല്ല, കൊമേഴ്ഷ്യൽ ഏരിയ ഇതൊരു അടിപൊളി ഏരിയ കേട്ടോ. ഇതൊരു അടിപൊളി ഏരിയ, ഇത് അടിപൊളി ഏരിയ. ഇത് അങ്ങനത്തെ ഇത് മറ്റേ നമ്മൾ നേരത്തെ സായുധ ബോട്ട് പോയില്ലേ, സായുധ ബോട്ടിന്റെ കുറച്ച് വേറിട്ടിട്ട് എടാ ഇത് സംഭവമാണ്. ഇത് സീ ഫുഡുകളാണ് കണ്ടോ. എന്താ ഞാൻ കൂടുതൽ കാണണ്ടോ ഇതുണ്ടോ, റൈബ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇത് ഫുഡ് ആൻഡ് ഫൺ ആട്ടോ, എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഫാമിലിക്കായാലും പുറത്തേക്ക്. അബുദാബിയിൽ എന്ന് പറഞ്ഞാൽ മാളും KFC ആയിട്ട് മറ്റേതായിട്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട്. പക്ഷേ ഇത് നല്ലത് ട്രഡീഷണൽ ആയിട്ടോ. എന്ന് വെച്ചാൽ എടുത്ത് പോട്ടാണ്, ഫ്രഷ് ഫിഷ് ഫ്രൈ ഗ്രില്ല് നല്ല റെസ്റ്റോറൻറ്റ്സിലാട്ടത്. ഇതൊരു ഫുഡ് കോർട്ടാണ് ക്രിയേറ്റ് ചെയ്തത്, ഓപ്പൺ ഫുഡ് കോർട്ട്. ഇതിൻ്റെ അവസ്ഥ സംഭവം ഫസ്റ്റ് ടൈം വരണേ ഇതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ അത്ര ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഈവനിങ് ഒക്കെ വേറെ വൈബോ. ഈവനിങ് ഒക്കെ ഇപ്പോൾ റഷ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. അടിപൊളി
എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്ലിന്റെ മേൽ കൂടിയാ എന്താണ് അപ്പുറത്തെ കടല പുറത്ത് കടലാണ് 100%. ചുറ്റും കടലാണ്. നോക്കിയാലോ ഡെഫിനറ്റ്ലി അബിദി നമുക്ക് അതിൻ്റെ ആ വ്യൂ ഒന്ന് പോയി നോക്കാം അല്ലേ? പോകാൻ പറ്റൂല. I understand, but first we need to check there is any board or signboard. Not allowed. I think not. Restricted area sound chale. Yeah, What do you think about that? yeah, that's right. See that is it? It's a bus service available also. What I told you Which that number? typical area da. അതിൻ്റെ ഉള്ളിൽ കയറിയാലോ? Dark atmosphere അല്ലേ? വെതർ ഒക്കെ ഒരു മയക്കുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. ഇതെന്താ ഒരു വെൽ റീഫിലേ? റൈറ്റിൽ പിന്നെ ബീച്ച് കേട്ടോ കോർണിഷ്. നല്ല അടിപൊളി. ഇവിടെ റണ്ണിങ് പാത്ത് ഉണ്ട്, സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. ഈ ഏരിയ നല്ല ഇഷ്ടമാണ്. ഇത് നമുക്ക് നല്ല സിറ്റി വ്യൂവും കിട്ടും. വൺ സൈഡ് സീ വ്യൂ ആണ്, ഫുള്ളി സീ. കടൽ വ്യൂ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഒരു സൈഡ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിന് പോലെ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ചാർജ് ഈ 100 ഒട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കടൽ സൈഡിലാണ് ബിൽഡിങ്സ് വരുന്നത്. അടിപൊളി അപ്പാർട്ട്മെന്റ്സും ഫ്ലാറ്റുകളും വരുന്നത്. റൈറ്റിൽ ബീച്ചാണ്. ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്കൈ സ്ക്രാപ്പേഴ്സാണ്. അബുദാബി മേജർ സിറ്റി കൂടെ നമ്മൾ പോണത്. ഈ റോഡിൽ നമ്മൾ എന്ത് കോർണിഷ് അല്ലേ? ഇറ്റ് ഈസ് കോർണിഷ്. ഇറ്റ്സ് കോൾഡ് കോർണിഷ്. അബുദാബിൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. ഞാൻ ഈ സൈഡ് കൂടി ആദ്യമായിട്ടാണ് മേ ബി. റൈറ്റിൽ ബീച്ചും. പക്ഷെ അമ്മ ഇത്ര ഇങ്ങോട്ട് അല്ലേ, അമ്മ കറക്റ്റ് ആ ബീച്ചല്ലേ പിടിക്കല്ലേ? അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോയിക്കോട്ടെ. നമുക്ക് അടിപൊളി ഏരിയ. ബിൽഡിങ്സ് റൈറ്റ് സൈഡിൽ നടക്കാം. റൈറ്റ് സൈഡ് അടിപൊളിയാണ്. അല്ല ഇത് സംഭവം എന്തൊക്കെ അറിയോ? റൈറ്റ് സൈഡിൽ വരുന്നത് എന്താ വെച്ചാൽ ബീച്ച് വ്യൂ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കാണാം, എൻ്റർടൈനിങ് ഒരുപാട് വരുന്നുണ്ട്. ചെറിയ ചെറിയ പാർക്കുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ഗ്രീൻ കളർ വരുന്നത് എന്താ അറിയോ? അത് സൈക്കിൾ ട്രാക്ക് ഉണ്ട്. മറ്റേ ആർട്ടിസ്റ്റ് വേബി ഇവിടെ വന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ജോഗിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലോങ് പാത്തട്ടത്ത് ഒരു മച്ചാനാഥ രാവിലെ തന്നെ ഹൈ എനർജറ്റിക്കലി സൈക്കിളേറ്റ്. സ്കൈ സ്ക്രാപ്പേഴ്സ് ഇവിടെ ഉണ്ട്. യെല്ലോ കളേഴ്സ് എത്തി. അതൊക്കെ ഉണ്ട് എടുത്ത് മിന്നിച്ച് കയറി. ഇത് എനിക്കൊരു സംഭവം ഉണ്ട്. ഈ ഏരിയയിൽ ഇവിടുത്തെ നാഷണൽ ഡേ ഉണ്ടാവില്ല. നാഷണൽ ഡേയിൽ പ്രധാനപ്പെട്ട ഫുൾ പ്രോഗ്രാംസ് ഉള്ള രാവിലെ വരെ രാത്രി ഉറക്കമില്ലാത്ത പ്രോഗ്രാംസ് നടക്കുന്ന ഏരിയ ആട്ടത്. ഇപ്പോഴാണ് ഓർമ്മ നീണ്ട. പിന്നെ മേലെ ഇതൊക്കെ നൈറ്റിൽ നല്ല രസമാണ്. ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. ഇതാണ് ഇപ്പൊ നമ്മ കറക്റ്റ് ആ ബീച്ചിന്റെ ആ സൈഡ്. നമ്മ എപ്പോഴും നമ്മള് ബീച്ച് സൈഡ് തന്നെ പോകേണ്ട സൈഡ് ഉണ്ടല്ലോ. നമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അതുവരേക്ക് അങ്ങനെ ഉണ്ടല്ലേ. പക്ഷെ നമുക്ക് അവിടെയാണ് കൂടുതൽ നമുക്ക് എന്തുള്ളത് പക്ഷേ വേറൊരു സംഭവം. ചെയ്യാനുള്ളത്. ഇതിന്റെ റൈറ്റ് സൈഡത്തെ വ്യൂവില്
ഒരു സംഭവം കാണാനുണ്ട്. ക്ലാസ് ആത്തണോ? ചെറുതായി അധികം മസ്റ്റാണ്. സത്യം. ഒന്നാമത്തത് ഇതാ ഇവിടെ കോൾഡ് സീസണ് തീർന്നു വരികയാണ്. അടുത്ത മാസം റംസാൻ സ്റ്റാർട്ട് ചെയ്യല്ലേ, ജനുവരി ഫെബ്രുവരി മാർച്ച്. ഇന്നലെ ഇന്നുമായിട്ട് നല്ല കോൾഡ് ഉണ്ട്. റെയിനി ചാൻസ് കൂടുതലാണ്. അവിടെ റൈറ്റ് സൈഡ് ആണോ? ഒരു സാധനം കൂടെ കാണിക്കാനുണ്ട്. റൈറ്റ് നമ്മൾ കുറച്ചും കൂടെ അടുത്തെത്തിയുണ്ടാ. എന്താണ് ഇവിടെ ക്ലാസ് മയം കിട്ടി. അപ്പൊ എല്ലാം കൊണ്ടും അനുഗ്രഹമാണ്. അനുഗ്രഹം മാറി വിതറി എറിയുന്ന ഒരു ദിനമാണ് ഇന്ന്. ഇറ്റ്സ് എ തേഴ്സ്ഡേ. മോർണിംഗ് ഇറങ്ങി ഇത് ഈ സാധനം ഈ ബിൽഡിങ് ഇത് മസ്റ്റ് ആട്ടോ. ഈ ബിൽഡിങ് അരണൊരു ഈ ബിൽഡിങ് അത്ര ആൾക്കാർക്ക് അരണ സംഭവമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഏതാണ് 5 ഷൂട്ട് ചെയ്തത് ഇവിടുന്നാണ്. ആ ബിൽഡിങ് നമുക്ക് കാണുന്നതിന് ഫുൾ വ്യൂ കാണിച്ചു തരാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 or 6 അബുദാബി ഷൂട്ട് ചെയ്തിട്ട് കാറ് വന്നിട്ട് 3 ബിൽഡിങ്സ് ആണുള്ളത്. 1 മന്ത് 2 മന്ത് ജമ്പ് ചെയ്ത് പോണേ. അതിന്റെ കാറൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടോ. അഡ്നോക്കിന്റെ ഹെഡ് ഓഫീസാണ്. ഗംഭീര സ്കൈ സ്ക്രാപ്പാണ് നമുക്ക്. ഓ ഇത് നമ്മുടെ സാധനം എത്തി. നമ്മുടെ ബിൽഡിങ് ഇതാണ് ഞാൻ പറഞ്ഞ എന്താ പറയാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ബിൽഡിങ്. ബ്യൂട്ടിഫുൾ അല്ലേ. ഇവിടെ ബിൽഡിങ്സിന്റെ ഷേപ്പ്, ക്ലീൻലെസ്. 10 എമിറേറ്റ്സ് പാലസ് ആണ്. ഇതൊരു രക്ഷയില്ലാത്ത ഒരുപാട് നസീർ ഓട്ടോ അങ്ങനെ നമ്മളാ കൂറ്റൻ ബിൽഡിംഗ് എന്നുള്ള പറഞ്ഞില്ലേ. ലെഫ്റ്റ് നമ്മൾ പോകണം, മസ്റ്റ് പോകണം. ലെഫ്റ്റ് പോകാൻ കാരണം പറയാൻ കാരണം എന്താ, നമ്മൾ അവിടെ നിന്ന് വരുമ്പോ തന്നെ നമ്മൾ കാര്യം പറഞ്ഞില്ലേ. യെസ്, ആ കാണുന്ന സാധനം ലെഫ്റ്റ് അല്ലേ. നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടു. ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞേ നന്നായി. എന്താ വെച്ചാല് നമ്മള് ആറ്റി നോക്കി നമ്മൾ അത്രയും ഈ സാധനം ഇതൊന്ന് എടുത്തു പോയി റിയലൈസ് ചെയ്യണം കാണാൻ. എന്താ രസമല്ലേ അത് എടുത്തു എത്തുന്നോ ഭയങ്കര. അതേപോലെ എത്രാമത്തെ ഫ്ലോറിന്നാണ് ആ ഗേറ്റ് പോയി നോക്കാൻ. പപ്പന് ഇതിനെ കുറിച്ച് നല്ല നോളജാ. ഇതിനെ കുറിച്ചില്ല ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പപ്പ എല്ലാവർക്കും. റൈറ്റ് സൈഡിൽ അടിപൊളി വ്യൂ ഉണ്ടാ. ഇതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ വന്ന റോഡാട്ടോ. നമ്മളോട് എത്താനായിട്ട് സാധനത്തിന്റെ അടുത്ത് എത്താനായിട്ട്. ഈ പേരെന്തെന്ന് ഞാൻ മറന്നറാ. بعد كل شوط او بعد ترتيب التقويم عندك 2-3 بدايه حركه الاسنان فيها تعبان. مع كل شوط بصير في حركه للاسنان
يعد جدول تراكيبه مثيرة من خلال wizzair.com. اكتب الهدية അപ്പുറത്ത് ദൂരം കണ്ട സാധനമാണ്. قبل التخطيط. ഇതെന്തോ ഇത് വലിയ ഹോട്ടലാട്ടോ. ഇത് കിണ്ണം കാഴ്ച ഹോട്ടലാണ്. അത്യാവശ്യം പ്രീമിയം. അതിൻ്റെ ഉള്ളിലൊക്കെ റൂം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ഫണ്ട് വേണ്ടി വരും. റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഫുള്ളി ആച്ച അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂടാ. എന്തെങ്കിലും വണ്ടിയല്ലോ. അറിയാമല്ലേ? യെസ്, ഇവിടെ ഇറങ്ങാം. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഒന്നും ചെയ്യുന്നില്ല. അബുദാബി മറീന സ്പോർട്സ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. റൈറ്റ് സൈഡ് ലെഫ്റ്റിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇതൊക്കെ ബെസ്റ്റിലെ നടക്കുന്നുണ്ട്. കോർണിശ്ശേരി ആയതുകൊണ്ട് ഡെയിലി പ്രോഗ്രാംസ് അവിടെ. അബുദാബി മറീന വാക്ക് കോർണിവൽ അങ്ങോട്ട് കളിപ്പിച്ചാലും വാക്ക് മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് എന്താ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇറങ്ങാം. എന്തായി അപ്പോൾ നമുക്ക് അബുദാബി മറീന വാക്ക് കാർണിവൽ 2025 അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അബുദാബി മറീന വാക്ക് കോർണിവൽ. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന മറീന വാക്ക് കോർണിവലാണ്. ഇതിന് മേലെ നോക്കാം. ഇതിന് മേലെ സംഭവടാ. ഇതൊക്കെ നൈറ്റുകളിൽ കേട്ടോ. നൈറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആവും. ഫുള്ള് ലൈറ്റുകളാണ് ചെയ്തിരിക്കണേ. ആടാ ടോയ്ലറ്റ്. കാർണിവൽ. ഓ എൻ്റെ പൊന്നെ, എന്തോ രസം. What a beautiful moment. The ambience is amazing view. എൻ്റെ പൊന്നെ, റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ബിൽഡിങ്സ്, അഡ്നോക്സിൻ്റെ ബിൽഡിങ്സ് ഉണ്ട്, ഫാസ്റ്റ് ആംബിയൻസിൻ്റെ ബിൽഡിങ്സൊക്കെ കാണണേ. ഇവിടെ ഒരു കോറ് കണ്ടു നിങ്ങൾ മക്കളെ. ഒരു ജീവാഗാണ് വെള്ളത്തിൽ ഇടുന്നത്. നമുക്ക് ഫുള്ളി ആഴ്ചകളുടെ ഇവിടെ ഫുള്ളായിട്ട് ആഴ്ച സർവീസ് ആട്ടോ. അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഐലൻഡ്സാണ്. ഐലൻഡ്സ് വിത്ത് ബിൽഡിങ്സ്. അബുദാബിൻ്റെ ഫുൾ വ്യൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. കോർണിഷാണ്. ആ തല മുതൽ ഇങ്ങനെ തുടങ്ങാണ്. ഹായ് ബ്രദർ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? So we can visit inside. Not allowed, yeah? I understand. Thank you. This for only, this is private property or rental. Great. Thank you. അപ്പോൾ ഇത് റെൻ്റൽ പ്രോപ്പർട്ടിയാണ്. ആർക്കും റെൻ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻസ്, ഇതിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അബുദാബി മറീന റൂൾസ് ഉണ്ട്. ഓണേഴ്സ് ഷാൾ പ്രൊവൈഡ് വാലിഡ് രജിസ്ട്രേഷൻ ഒക്കെ. ഇത് യാച്ച് ചെയ്യണേ. ഏരിയ ഇട്ടത് ആർക്കും യാച്ചുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ യാച്ച് ചെയ്യാം. പിന്നെ ഇവിടെ റെൻ്റലിൻ്റെ ഫെസിലിറ്റീസും ഉണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ ഗൈസ് ഇതൊരു അടിപൊളി ഏരിയ കേട്ടോ. അബുദാബി എന്നല്ല ദുബായ് എന്തൊക്കെ പറഞ്ഞാലും ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അബുദാബി ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ഒരു ലൈക്ക് രണ്ട് തരമാണ്. അബുദാബി ഈസ് എ ലൈക്ക് ക്വയറ്റ്, നാച്ചുറൽ ആൻഡ് പീസ്ഫുൾ ആൻഡ് റിച്ച്ഫുൾ ഏരിയയാണ്. അബുദാബി ഒന്നും പറയില്ല. പക്ഷേ ദുബായ് ഹാവ് ലോട്ട് ഓഫ് എൻ്റർടൈനിങ്, ലോട്ട് ഓഫ് ബിൽഡിങ്സ്, ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് ദർ ഇസ് നോ പേസ്. ദുബായ് അത്ര റഷാണ്. പക്ഷെ അബുദാബിൻ്റെ ഈ ക്വയറ്റ്നെസ് കിട്ടൂല. 100% ഗ്യാരൻ്റിയാണ്. നമ്മൾ മോർണിംഗ് ഇപ്പോൾ എത്ര ടൈം ആയിട്ടുണ്ടാവും? വാക്കിംഗ് കോർണിവലിൻ്റെ ഫുട്പാത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ചെറിയ ഹൈവ കോർ കാണാം. ഓ look at that emblem. Do you know what is this? What do you mean? ബ്രാബസിൻ്റെ ആണ്. ബ്രാബസിൻ്റെ സീക്കാറാണ്. കണ്ടോ? സ്കാൻ മീ. വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റിയ കാറാട്ടോ അതൊക്കെ. ഡോൺ വരുന്ന ഏതാ കമ്പനി ഏതാ നോക്കത്? ബ്രാബാസ് സൂപ്പർ ലക്ഷറി കാർ മാനുഫാക്ചേഴ്സ് ആണ്. എന്തോ എടാ ഇത് ശരിക്കും വരുന്ന ടൈം എന്താ പറയുക? നമ്മൾ ഇത്രയും ഈവനിങ് ആണ് വരേണ്ടത്. അതൊന്നും ഓപ്പൺ അല്ലേ, നമ്മൾ അത്രയും മോർണിംഗ് ആയതുകൊണ്ട് അതൊക്കെ അയ്യവാ ഇതാണല്ലേ സംഭവം. സാൻഡിൽ നമുക്ക് സാൻഡിൽ ആർട്ട് ചിത്രം വരക്കാം. ഇവിടെ ഫുള്ള് വെഞ്ചേഴ്സ് കേട്ടോ. ഇത് അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. പെർഫ്യൂം ഉണ്ട്, അതേമാതിരി നമ്മൾ നേരത്തെ കണ്ടില്ലേ സാൻഡിൽ റേറ്റ് ചെയ്യാൻ പറ്റിയ സംഗതികളുണ്ട്. ഇത് കോർണിവലാണ്. ഇത് ഓപ്പൺ ആയിട്ട് ഒരു 10 മണിയൊക്കെ ആയിരിക്കും. പക്ഷേ ഈവനിങ് വീക്കെൻഡ് ഇത് ഇവിടെ റഷ് ഔട്ടാണ്. അത് 100% ഉറപ്പാണ്. അങ്ങനെ നമുക്ക് കണ്ട് കയറാം. ബട്ട് മച്ച് ബെറ്റർ യു ക്യാൻ കം ഈവനിങ് ദിസ് വേ. ഇത് സംബന്ധിച്ചാൽ ഇത് ഫുൾ ഇത് കംപ്ലീറ്റ്ലി മോർണിംഗ് ആയതുകൊണ്ട് അത്രയും ക്വയറ്റാണ്. കയാക്കിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് കയാക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. മസ്റ്റ് അല്ല. എന്നാ ഓക്കെ കയാക്കിങ്ങിൽ അവിടെ എത്ര എമൗണ്ട് എത്ര നോക്കാം? Senu, just say hi. Just say hi for me. Hey, hi. Hi guys. നമ്മളെ കാർണിവൽ പറയുന്ന വാക്ക് 1 February to 31 May. കാർണിവൽ അന്ന് ഓട്ടോ ഷോ. Yeah, 1 February to 31 2025. ലൊക്കേഷൻ എവിടെ പറഞ്ഞു? മറീന സർക്യൂട്ട്. അവിടെ എല്ലാ പരിപാടികളും ഉണ്ടാവുന്നുണ്ടോ? Aisha, good morning.